ഹായ് ഫ്രണ്ട്സ്, ക്വിസ് പോയിന്റിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആദ്യ മുഖ്യമന്ത്രി ആര്? ഓപ്ഷൻ എ EMS നമ്പൂതിരിപ്പാട്, ഓപ്ഷൻ ബി കെ കരുണാകരൻ, ഓപ്ഷൻ സി അച്യുതമേനോൻ ആൻഡ് ഓപ്ഷൻ ഡി പണിക്കർ KM. ശരിയുത്തരം കേരളത്തിലെ ആദ്യ മുഖ്യമന്ത്രി ഓപ്ഷൻ എ EMS നമ്പൂതിരിപ്പാട്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവ് ആരാണ്? ഓപ്ഷൻ എ മഹാത്മാഗാന്ധി, ഓപ്ഷൻ ബി BR അംബേദ്കർ, ഓപ്ഷൻ സി ജവഹർലാൽ നെഹ്റു ആൻഡ് ഓപ്ഷൻ ഡി സരോജിനി നായിഡു. ശരിയുത്തരം ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവ് ഓപ്ഷൻ ബി BR അംബേദ്കർ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിൻ്റെ സംസ്ഥാന പുഷ്പം ഏതാണ്? ഓപ്ഷൻ എ താമര, ഓപ്ഷൻ ബി കണിക്കൊന്ന, ഓപ്ഷൻ സി ചെമ്പകം ആൻഡ് ഓപ്ഷൻ ഡി തുളസി. ശരിയുത്തരം കേരളത്തിൻ്റെ സംസ്ഥാന പുഷ്പം ഓപ്ഷൻ ബി കണിക്കൊന്ന. നാലാമത്തെ ക്വസ്റ്റ്യൻ, വിസ്തീർണത്തിൽ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ്? ഓപ്ഷൻ എ പാലക്കാട്, ഓപ്ഷൻ ബി എറണാകുളം, ഓപ്ഷൻ സി മലപ്പുറം ആൻഡ് ഓപ്ഷൻ ഡി വയനാട്. ശരിയുത്തരം വിസ്തീർണത്തിൽ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഓപ്ഷൻ എ പാലക്കാട്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ സംസ്ഥാന പക്ഷി ഏതാണ്? ഓപ്ഷൻ എ കാക്ക, ഓപ്ഷൻ ബി കൊക്ക്, ഓപ്ഷൻ സി വലിയ കൊക്ക് ആൻഡ് ഓപ്ഷൻ ഡി മൈന. ശരിയുത്തരം കേരളത്തിലെ സംസ്ഥാന പക്ഷി ഓപ്ഷൻ സി വലിയ കൊക്ക്. ആറാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതി ആര്? ഓപ്ഷൻ എ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ഓപ്ഷൻ ബി ജവഹർലാൽ നെഹ്റു, ഓപ്ഷൻ സി സർവപ്പള്ളി രാധാകൃഷ്ണൻ ആൻഡ് ഓപ്ഷൻ ഡി വല്ലഭായ് പട്ടേൽ. ശരിയുത്തരം ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതി ഓപ്ഷൻ എ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിൻ്റെ തേനീച്ചപ്പെണ്ണ് എന്നറിയപ്പെടുന്നത് ആര്? ഓപ്ഷൻ എ സാവിത്രിബായി ഫുലെ, ഓപ്ഷൻ ബി KR ഗൗരി, ഓപ്ഷൻ സി ലളിതാമണി ആൻഡ് ഓപ്ഷൻ ഡി മേരി തോമസ്. ശരിയുത്തരം കേരളത്തിൻ്റെ തേനീച്ചപ്പെണ്ണ് എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ ബി KR ഗൗരി. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ തലസ്ഥാനം ഏത്? ഓപ്ഷൻ എ മുംബൈ, ഓപ്ഷൻ ബി കൊൽക്കത്ത, ഓപ്ഷൻ സി ന്യൂഡൽഹി ആൻഡ് ഓപ്ഷൻ ഡി ചെന്നൈ. ശരിയുത്തരം ഇന്ത്യയുടെ തലസ്ഥാനം ഓപ്ഷൻ സി ന്യൂഡൽഹി. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആദ്യ വനിതാ ജഡ്ജി ആര്? ഓപ്ഷൻ എ അന്ന ചാണ്ടി, ഓപ്ഷൻ ബി സുഷമ സ്വരാജ്, ഓപ്ഷൻ സി PK ശൈലജ ടീച്ചർ, ഓപ്ഷൻ ഡി സാറ ജോസഫ്. ശരിയുത്തരം കേരളത്തിലെ ആദ്യ വനിതാ ജഡ്ജി ഓപ്ഷൻ എ അന്ന ചാണ്ടി. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന സൈലന്റ് വാലി ദേശീയോദ്യാനം ഏത് ജില്ലയിലാണ്? ഓപ്ഷൻ എ വയനാട്, ഓപ്ഷൻ ബി പാലക്കാട്, ഓപ്ഷൻ സി ഇടുക്കി ആൻഡ് ഓപ്ഷൻ ഡി കോട്ടയം. ശരിയുത്തരം കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന സൈലന്റ് വാലി ദേശീയോദ്യാനം ഓപ്ഷൻ ബി പാലക്കാട്. 11ാമത്തെ ക്വസ്റ്റ്യൻ, കേരളം എന്ന പേര് ലഭിച്ചത് എപ്പോൾ? ഓപ്ഷൻ എ 1947 ആഗസ്റ്റ് 15, ഓപ്ഷൻ ബി 1956 നവംബർ 1, ഓപ്ഷൻ സി 1950 ജനുവരി 26 ആൻഡ് ഓപ്ഷൻ ഡി 1960 മെയ് 1. ശരിയുത്തരം കേരളം എന്ന പേര് ലഭിച്ചത്
ഓപ്ഷൻ ബി 1956 നവംബർ 1. 12ാമത്തെ ക്വസ്റ്റ്യൻ. ലോക പരിസ്ഥിതി ദിനം ആചരിക്കുന്നത് ഏത് തീയതി? ഓപ്ഷൻ എ ജൂൺ 5, ഓപ്ഷൻ ബി ഏപ്രിൽ 22, ഓപ്ഷൻ സി മാർച്ച് 22 ആൻഡ് ഓപ്ഷൻ ഡി സെപ്റ്റംബർ 16. ശരി ഉത്തരം ലോക പരിസ്ഥിതി ദിനം ആചരിക്കുന്നത് ഓപ്ഷൻ എ ജൂൺ 5. 13ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യൻ രൂപയുടെ ചിഹ്നം രൂപകൽപ്പന ചെയ്തത് ആര്? ഓപ്ഷൻ എ ഉദയകുമാർ, ഓപ്ഷൻ ബി സതീഷ് ധവാൻ, ഓപ്ഷൻ സി സുനിൽ ഗുപ്ത ആൻഡ് ഓപ്ഷൻ ഡി രാജേഷ് നായർ. ശരി ഉത്തരം ഇന്ത്യൻ രൂപയുടെ ചിഹ്നം രൂപകൽപ്പന ചെയ്തത് ഓപ്ഷൻ എ ഉദയകുമാർ. 14ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യയുടെ ഇരുമ്പ് മനുഷ്യൻ എന്ന് അറിയപ്പെടുന്നത് ആര്? ഓപ്ഷൻ എ വല്ലഭായ് പട്ടേൽ, ഓപ്ഷൻ ബി സുഭാഷ് ചന്ദ്രബോസ്, ഓപ്ഷൻ സി ഭഗത് സിംഗ് ആൻഡ് ഓപ്ഷൻ ഡി ചന്ദ്രശേഖർ ആസാദ്. ശരി ഉത്തരം ഇന്ത്യയുടെ ഇരുമ്പ് മനുഷ്യൻ എന്ന് അറിയപ്പെടുന്നത് ഓപ്ഷൻ എ വല്ലഭായ് പട്ടേൽ. 15ാമത്തെ ക്വസ്റ്റ്യൻ. കേരളത്തിലെ സംസ്ഥാന മത്സ്യം ഏതാണ്? ഓപ്ഷൻ എ കരിമീൻ, ഓപ്ഷൻ ബി അയല, ഓപ്ഷൻ സി ചെമ്മീൻ ആൻഡ് ഓപ്ഷൻ ഡി ചാള. ശരി ഉത്തരം കേരളത്തിലെ സംസ്ഥാന മത്സ്യം ഓപ്ഷൻ എ കരിമീൻ. 16ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യയുടെ ദേശീയ മൃഗം ഏതാണ്? ഓപ്ഷൻ എ ആന, ഓപ്ഷൻ ബി കടുവ, ഓപ്ഷൻ സി സിംഹം, ഓപ്ഷൻ ഡി പുള്ളിപ്പുലി. ശരി ഉത്തരം ഇന്ത്യയുടെ ദേശീയ മൃഗം ഓപ്ഷൻ ബി കടുവ. 17ാമത്തെ ക്വസ്റ്റ്യൻ. കേരളത്തിലെ ആദ്യത്തെ ഹൈടെക് പാർക്ക് എവിടെയാണ്? ഓപ്ഷൻ എ കൊച്ചി, ഓപ്ഷൻ ബി തിരുവനന്തപുരം, ഓപ്ഷൻ സി കോഴിക്കോട്, ഓപ്ഷൻ ഡി പാലക്കാട്. ശരി ഉത്തരം കേരളത്തിലെ ആദ്യത്തെ ഹൈടെക് പാർക്ക് ഓപ്ഷൻ ബി തിരുവനന്തപുരം. 18ാമത്തെ ക്വസ്റ്റ്യൻ. ഗാന്ധിജിയുടെ ആത്മകഥ എന്ന ഗ്രന്ഥത്തിൻ്റെ പേര് എന്താണ്? ഓപ്ഷൻ എ ഇന്ത്യ വിൻസ് ഫ്രീഡം, ഓപ്ഷൻ ബി മൈ എക്സ്പീരിമെൻറ്റ്സ് വിത്ത് ട്രൂത്ത്, ഓപ്ഷൻ സി ഡിസ്കവറി ഓഫ് ഇന്ത്യ ആൻഡ് ഓപ്ഷൻ ഡി ദ സ്റ്റോറി ഓഫ് മൈ ലൈഫ്. ശരി ഉത്തരം ഗാന്ധിജിയുടെ ആത്മകഥ എന്ന ഗ്രന്ഥത്തിൻ്റെ പേര് ഓപ്ഷൻ ബി മൈ എക്സ്പീരിമെൻറ്റ്സ് വിത്ത് ട്രൂത്ത്. 19ാമത്തെ ക്വസ്റ്റ്യൻ. കേരളത്തിലെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി ആര്? ഓപ്ഷൻ എ ജി രാമചന്ദ്രൻ, ഓപ്ഷൻ ബി സി എച്ച് മുഹമ്മദ് കോയ, ഓപ്ഷൻ സി കെ കെ കുഞ്ഞിരാമൻ, ഓപ്ഷൻ ഡി ജോസഫ് മുന്തശ്ശേരി. ശരി ഉത്തരം കേരളത്തിലെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി ഓപ്ഷൻ ഡി ജോസഫ് മുന്തശ്ശേരി. 20ാമത്തെ ക്വസ്റ്റ്യൻ. ലോക ജനസംഖ്യാ ദിനം ആചരിക്കുന്നത് എപ്പോൾ? ഓപ്ഷൻ എ ജൂലൈ 11, ഓപ്ഷൻ ബി മാർച്ച് 8, ഓപ്ഷൻ സി മെയ് 1, ഓപ്ഷൻ ഡി ഒക്ടോബർ 24. ശരി ഉത്തരം ലോക ജനസംഖ്യാ ദിനം ആചരിക്കുന്നത് ഓപ്ഷൻ എ ജൂലൈ 11. 21ാമത്തെ ക്വസ്റ്റ്യൻ. കേരളത്തിൻ്റെ സംസ്ഥാന വൃക്ഷം ഏതാണ്? ഓപ്ഷൻ എ തേങ്ങ, ഓപ്ഷൻ ബി ആൽമരം, ഓപ്ഷൻ സി അരയാൽ, ഓപ്ഷൻ ഡി തേങ്ങാപ്പന. ശരി ഉത്തരം കേരളത്തിൻ്റെ സംസ്ഥാന വൃക്ഷം ഓപ്ഷൻ ഡി തേങ്ങപ്പന. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. പിന്നെ നിങ്ങളുടെ PSCക്ക് എഴുതുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ താഴെ കാണുന്ന ആ ബെല്ലൈക്കൺ കൂടി അമർത്തുക. താങ്ക്